Hello. Sorry for the delay. Audible ആണോ? audible. ഓക്കെ, കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ വന്നു. നമ്മള് സെന്ററിൽ കുറച്ച് മഴയും പ്രശ്നങ്ങളൊക്കെ ആയി, അതുകൊണ്ടാണ്. സോറി. അപ്പൊ നമുക്ക് കറക്റ്റ് 8 o'clock ആയിട്ടുണ്ട്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 100 ആണ് ലിമിറ്റ്. ഇപ്പൊ 70 ആയിട്ടുണ്ട്. ഒരു 2 minutes വെയിറ്റ് ചെയ്താൽ മേ ബി 100 ആവുമായിരിക്കും. നമുക്ക് ഏതായാലും ഒരു 2 minutes നോക്കാം. ഓക്കെ, 83 ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഏതായാലും കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോറി ഫ്രണ്ട്സ്. നമസ്കാരം. ടൈറ്റാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിന്റെ ഓറിയന്റേഷൻ ക്ലാസ് ആണ് നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഓൾ ആർ വെൽക്കം. എല്ലാവർക്കും ഇപ്പൊ അറിയായിരിക്കും MCSന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോ എക്സാം പ്രിപ്പറേഷന്റെ ഭാഗമായാണ് നമ്മൾ ഈ ഓറിയന്റേഷൻ ക്ലാസ് ഇവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ടൈറ്റാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിന് ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഹെൽത്ത് ഇൻസ്പെക്ടർ ക്രൂ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമ്മള് PSC എക്സാംസിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ, അതായത് ഹെൽത്ത് ഇൻസ്പെക്ടർ PSC എക്സാംസിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഹെൽത്ത് ഇൻസ്പെക്ടർ ക്രൂ എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. അതില് ഇതുവരെയുള്ള വന്ന ജില്ലകളുടെ കട്ട് ഓഫ് മാർക്സും വേക്കൻസികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ മാക്സിമം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് കുറച്ച് മുന്നേ ആയിട്ട് നമ്മൾ ഈ 2024 DHIC എക്സാം നടന്നിരുന്നല്ലോ, ഈ നമ്മുടെ ഇയർലി എക്സാം. അതിൽ ഫസ്റ്റ് ഇയറിന്റെയും സെക്കൻഡ് ഇയറിന്റെയും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മുടെ പേജിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഡിക്ഷനും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയതും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതില് ഒരു 70% ക്വസ്റ്റ്യൻസും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തത് ഇല്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഫോളോ ചെയ്ത കുട്ടികളിൽ പലരും MCS എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരും എന്നറിഞ്ഞതിന് ശേഷം നമ്മളോട് ചോദിച്ചു, എപ്പോഴാണ് നിങ്ങൾ ക്ലാസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ, PSC എക്സാമിന് വേണ്ടി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ഈ ഓറിയന്റേഷൻ ക്ലാസ് വരെ എത്തി നിൽക്കുന്നത്. ആരോ ഒരാൾ അൺമ്യൂട്ടഡ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഓക്കെ, ഞാൻ പറയുന്നത് ഓഡിബിൾ ആണോ ഇപ്പോ? കേക്കാം. ഓക്കെ. അപ്പൊ നമ്മള് അത് MCS ക്ലാസിന്റെ MCSന്റെ PSC ഉടനെ നോട്ടിഫിക്കേഷൻ വരും. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഓറിയന്റേഷൻ ക്ലാസ് ഇവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ കുട്ടികൾ പലരും ചോദിച്ചപ്പോൾ നമുക്ക് തന്നെ തോന്നി, എന്തുകൊണ്ട് കുട്ടികൾക്ക് അഫോർഡബിൾ ആയും ഫലപ്രദമായും ഒരു ക്ലാസ് അവർക്ക് കൊടുത്തുകൂടാ. ബാക്കി ഉള്ളത് വെച്ചിട്ട് നമുക്ക് കുട്ടികളിലേക്ക് നന്നായി ക്വസ്റ്റ്യൻസ് അവർക്ക് കാര്യമായ രീതിയിൽ എത്തണം, അവർക്ക് കൃത്യമായി പഠിക്കാൻ പറ്റണം. അത് എങ്ങനെ എത്തിക്കൂടാ, അതിനെ ചിന്തിച്ചതിന്റെ പുറകെയാണ് നമ്മൾ ടൈറ്റാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിന്റെ ക്ലാസ്സസ് എടുക്കാം എന്നുള്ള തീരുമാനത്തിലെത്തിയത്. അപ്പോ എന്തൊക്കെയാ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. PSCയുടെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് എന്നായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യാൻ ചാൻസ്, ക്വാളിഫിക്കേഷൻ എന്താണ്, വേക്കൻസീസ് എങ്ങനെയൊക്കെ ആയിരിക്കാം,
ഇല്ലെങ്കിൽ എത്ര ശതമാനം വേക്കൻസി ഉണ്ടാവാം, പിന്നെ ഇതിന്റെ സിലബസ് എന്താണ്, സിലബസിൽ ചെറിയ സിലബസ് സെയിം ആണ്, ക്വാളിഫിക്കേഷനിൽ ചെറിയ ഡിഫറൻസസ് ഉണ്ട്, ഇതിന്റെ നമ്മൾ കോഴ്സിന്റെ ഫീസ് സ്ട്രക്ചർ എന്താണ്, നമ്മൾ എങ്ങനെയാണ് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും എന്ന് അറിയാം. നമുക്ക് ഈ ഓറിയന്റേഷൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വെൽക്കം ഓൾ. നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വേറെ 2 പേരാണ് ക്ലാസ്സസ് എടുക്കുന്നത്. വെൽക്കം. ഹായ്, ഹലോ, നമസ്കാരം. ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ദയവേത് സ്വാഗതം. ആദ്യമായിട്ട് ഞാനൊരു ക്ഷമ വഹിക്കുകയാണ്. കാരണം നമ്മൾ ഇത്രയും പാർട്ടിസിപ്പൻസ് ഇതിനകത്ത് വരുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ലിമിറ്റ്, അതായത് ഒരു 100 പേരെ ലിമിറ്റ് ചെയ്തുകൊണ്ടാണ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, 100 കവിഞ്ഞ് ആൾക്കാർ ഇതിലോട്ട് വന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങളെ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും അതിനകത്തോട്ട് കയറാൻ സാധിക്കാത്ത ഒരവസ്ഥ വന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീണ്ടും ലിങ്ക് മാറ്റി ഞങ്ങൾ ഇടാൻ കാരണമായത്. അപ്പം ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പൊ ഇത്ര ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും ആയിരിക്കും ഏതോ ഒരു അങ്കിള് വന്ന് തന്തവൈ പഠിച്ചിട്ട് പോകുന്നു എന്നുള്ളൊരു വിചാരം കാണും. പേടിക്കണ്ട, ഞങ്ങളെല്ലാവരും യൂത്താണ്, പഠിപ്പിക്കുന്ന ഒരു യൂത്താണ്. അതേപോലെ തന്നെ ക്ലാസ്സും സിമ്പിളായിരിക്കും, അതേപോലെ പവർഫുള്ളും ആയിരിക്കും. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വർഷങ്ങളുടെ പാരമ്പര്യമോ അധിക സെന്ററുകളോ ഒന്നും തന്നെ ഇല്ല. കുറച്ച് സുഹൃത്തുക്കളും പിന്നെ സർവീസിലുള്ള കുറച്ച് പേരോട് ചേർന്നിരുന്ന് ഇപ്പൊ കഴിഞ്ഞ ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സാമിന് പ്രിപ്പയർ ചെയ്തു. അപ്പൊ അതിന്റെ ഫലമായി ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറച്ച് ഐഡിയകളും പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം റെഫർ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്ന് മാത്രമായിരിക്കും PSC ചോദിക്കുന്നത്. ഏകദേശം ഒരു ഏത് എക്സാം എടുത്താലും ഒരു 60% പ്രീവിയസ് ക്വസ്റ്റ്യനിൽ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോഴ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രീവിയസ് റെഫർ ചെയ്താൽ പോലും നമുക്ക് ലിസ്റ്റിൽ എത്തിപ്പെടാൻ പറ്റും. കാരണം ഇപ്പൊ വന്ന എക്സാമിന്റെ കട്ട് ഓഫ് നമുക്ക് നോക്കിയാൽ അറിയാം. 20 വരെ താഴ്ന്നുപോയ കട്ട് ഓഫ് വരെ ഉണ്ട്, കൂടിപ്പോയത് 30 35 വരെ ആയിരിക്കാം. എങ്കിൽ പോലും നമ്മൾ പ്രീവിയസ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലെവലിലോട്ട് എത്താൻ സാധിക്കും. ഇനിയിപ്പം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കുറച്ച് കാര്യം പറയാം. ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫീസ് പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവന്മാരെ ഫീസ് കൊണ്ട് നിങ്ങളെ ടൈറ്റൻ ആക്കുമെന്ന്. ഒരിക്കലും ഞങ്ങൾ ഫീസ് കൊണ്ട് നിങ്ങളെ ടൈറ്റൻ ആക്കാൻ ശ്രമിക്കുകയില്ല. അതേപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ പോക്കറ്റ് ടൈറ്റ് ആക്കാൻ, അതായത് നിങ്ങൾക്ക് ജോലി വാങ്ങിച്ചു തന്ന് 100% നിങ്ങൾക്ക് ജോലി വാങ്ങിച്ചു തരാൻ ഞങ്ങളുടേതായ രീതിയിൽ എഫേർട്ട് ഇടും. അത് നിങ്ങളും ഞങ്ങളോട് സഹകരിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റ് ടൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പൊ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെയും, അതായത് ഇപ്പം നിലവിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നോക്കിയാൽ അറിയാം, ക്ലാസ് എടുത്ത് നിങ്ങളെ മാക്സിമം ഉറക്കാനായിരിക്കും ശ്രമിക്കുന്നത്. ആ രീതി എന്തുവായാലും ഞങ്ങൾ തുടരില്ല. കുറച്ച് ട്രോളുകളായിട്ടും അല്ലെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് വീഡിയോസും ഷെയർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം ഹെപ്പറ്റൈറ്റിസിന്റെ ക്ലാസ് എടുക്കും. ഹെപ്പറ്റൈറ്റിസിന്റെ ക്ലാസ് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു 8 10 12 മണിക്കൂർ ക്ലാസ് നീട്ടിക്കൊണ്ട് പോകാം. പക്ഷെ അതുകൊണ്ട് നമുക്കൊരു പ്രത്യേകിച്ചൊരു പ്രയോജനം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പരീക്ഷ പഠിക്കുന്നത്, എക്സാം എഴുതുന്നതും പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആവുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അല്ലാതെ നമ്മൾ MBBS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുകയോ അല്ല ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മാക്സിമം നമ്മൾ സിമ്പിളായി എങ്ങനെ പഠിക്കാം, എങ്ങനെ എക്സാം ട്രാക്ക് ചെയ്യാം എന്നുള്ള രീതിയാണ് നമ്മൾ നോക്കേണ്ടത്. അതുമല്ല, പിന്നെ കുറച്ച് പേര് പറയും അത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കയറി കഴിഞ്ഞാൽ അത് പ്രയോജനപ്പെടുത്താമല്ലോ. ഒരിക്കലും നമ്മൾ മരുന്നിന്റെയോ മറ്റു മെഡിസിന്റെയോ പേര് പഠിച്ചുകൊണ്ട് നമ്മുടെ സർവീസിൽ കയറിയിട്ട് യാതൊരു പ്രയോജനമില്ല. നമുക്ക് ഒരു രോഗം വരാതിരിക്കാനോ അല്ലെങ്കിൽ ആ രോഗം വന്നിട്ട് ഇനി അടുത്തൊരാൾക്ക് പകരാതിരിക്കാനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് ആയിരിക്കണം നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ കാട് കയറി വെടിവെച്ചിട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. ആവശ്യമുള്ളത് മാത്രം പഠിക്കുക, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. സ്ലൈഡ്. ഇനി നമുക്ക് PSC എന്താണ് പഠിക്കാൻ ഇറങ്ങുന്ന കുറച്ച് പേരുണ്ട്. അതായത് പഠിക്കാൻ ഇറങ്ങുന്നവരാണ്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കുറച്ച് കാറ്റഗറിക്കാരാണ്. അതായത് PSC ഒരു നോട്ടിഫിക്കേഷൻ ഇടുമ്പോൾ അതിനെ ആൾക്കാർ പല രീതിയിലാണ് അതിനെ നേരിടുന്നത്. അപ്പം അതിനെ ഞാൻ ഒരു കുറച്ച് കാറ്റഗറി ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു
40% ആൾക്കാരുണ്ട്. അവര് PSC നോട്ടിഫിക്കേഷൻ വരും, നോട്ടിഫിക്കേഷൻ വന്നു എന്നറിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ പോയി അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്തിട്ട് അവർ പിന്നെ ആ നോട്ടിഫിക്കേഷൻ വന്നൊന്നും അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാനൊന്നും പോവില്ല. വെറുതെ ആ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ കറങ്ങി നടക്കുക, അല്ലാതെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നീട് ഇവര് ബോധവാന്മാരാവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൾ ടിക്കറ്റ് വരും. അപ്പോഴേക്കെ ആയിരിക്കും ഇവര് ബോധവാന്മാരാവുന്നത്. അതുകൊണ്ട് പഠിക്കാന്ന് വിചാരിക്കും, അവര് പഠിക്കാനൊന്നും പോകുന്നില്ല, ചുമ്മാ കറങ്ങി നടക്കും. അതുകൊണ്ട് പരീക്ഷയുടെ തലേന്നാകുമ്പോൾ ഹാൾ ടിക്കറ്റും പ്രിന്റ് എടുക്കും, ID കാർഡും അറേഞ്ച് ചെയ്ത് ഒരു 4 ഓപ്ഷനുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഞാൻ കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ ആയിരിക്കും. പിന്നെ ഈ 40% വേറൊരു വിചാരമുണ്ട്. ചിലപ്പോൾ ആരെങ്കിലും പരീക്ഷ എഴുതാൻ ഇപ്പൊ 300 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു ജില്ലയില്, അവർ ചിലപ്പോൾ അവരിൽ ഒരു 100 പേര് അപ്ലൈ ചെയ്യാതെ അല്ല എക്സാം എഴുതാൻ വരാതിരുന്നാലും അപ്പം എനിക്ക് എന്താ ജോലി കിട്ടാം, വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പം PSC എനിക്ക് ഇങ്ങ് ജോലി തരാം എന്ന് ഇത്രക്കാർ വിചാരിക്കും. അതും ഒരു മണ്ടനായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും. ഇവര് ലിസ്റ്റിലോ വരാൻ പോകുന്നില്ല, റേഷൻ കാർഡിൽ ലിസ്റ്റിൽ പോലും വരാൻ ചാൻസ് ഇല്ല. നെക്സ്റ്റ് സ്ലൈഡ്. ഇനി ഒരു ടൈപ്പ് 2, 20% ആൾക്കാർ അവര് എക്സാം അപ്ലൈ ചെയ്യും, നോട്ടിഫിക്കേഷൻ തകർക്കാമെന്നുള്ള വിചാരമാണ്. ടൈം ടേബിൾ വരും, ഇത്രക്കാർ ടൈം ടേബിൾ വരുന്നത് നോക്കിയിരിക്കും. ടൈം ടേബിൾ വന്നിട്ട് ഇനി ഒരു 3 മാസമുണ്ട്, ഇന്നിപ്പോ ചൊവ്വാഴ്ച നല്ല ദിവസമല്ല, തിങ്കളാഴ്ച വരട്ടെ, തിങ്കളാഴ്ച വന്നിട്ട് ഞാനങ്ങ് തകർക്കാന്ന് പറഞ്ഞിരിക്കും ഇത്രക്കാർ. പക്ഷെ തിങ്കളാഴ്ചകൾ പലത് കടന്ന് പോയി അവസാനം മുമ്പ് പറഞ്ഞ 40% ആൾക്കാരാണൊക്കെ ഒരു ഹാൾ ടിക്കറ്റ് വരുന്ന ഇനി 14 ദിവസമുണ്ട്, ഞാനിനി പഠിച്ച് ജോലി കിട്ടാം എന്നുള്ള രീതിയിൽ ഇവരും തുടങ്ങും പരിപാടി. പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ഗൈഡ് ഒപ്പിക്കും, ആ ഗൈഡും കുറച്ച് യൂട്യൂബ് ചാനലിലെ വീഡിയോ കാണും. എന്നിട്ട് ഞാൻ 100-100-ഒരു 80 എഴുതാം, എന്തുകാര്യം എനിക്ക് ശരിയാവും എന്നും പറഞ്ഞ് ഞാൻ 10 ദിവസമേ പഠിച്ചോളൂ. എന്നിട്ട് ഇവര് പോയി അങ്ങോട്ട് എക്സാം എഴുതാനായിട്ട് ഇരിക്കും. എന്നിട്ട് എക്സാം എഴുതുമ്പോൾ ഇവര് പോയി ഒരു 100 എണ്ണം എഴുതിയിട്ട് തിരിച്ചു വരും. 100 എണ്ണം എഴുതിയിട്ട് വന്നിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ 14 ദിവസമേ പഠിച്ചോളൂ, ഒരു മാസമെങ്കിലും കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ചിലപ്പം എനിക്ക് ഈ എക്സാം കിട്ടിയേനെ എന്ന് ഇത്രക്കാർ വരും. ഒരു കാര്യമില്ല, അവരും മുമ്പ് പറഞ്ഞ കണക്ക് ഒരു ലിസ്റ്റിലും വരാൻ പോകുന്നില്ല. നെക്സ്റ്റ് സ്ലൈഡ്. പിന്നെ കുറച്ചു പേരുണ്ട്, അതെന്ന് പറയുന്നത് ഒരു 10% ആൾക്കാരാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് റാങ്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു, ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പൊങ്ങച്ച് അടിച്ച് നടക്കും. അവര് വിചാരിക്കുന്നത് അവിടെ പഠിച്ചതാണ് PSC എഴുതിയ അന്ന് ജോലി കിട്ടും എന്നാണ് അവരുടെ ഒരു വിചാരം. അത് തെറ്റായ വിചാരമാണ്. അവരെ പൊതുവെ നമ്മൾ SP എന്നാണ് പറയുന്നത്, സ്വയം പൊങ്ങി എന്ന് പറയും. സ്വയം പൊങ്ങി നടക്കും, വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇത്തരക്കാർക്ക് വേറൊരു കാര്യമുണ്ട്, അവർക്ക് എന്താ ഒരു സബ്ജക്റ്റിനെ പറ്റി ഒരു വിവരം കാണും, അതായത് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അവര് വിചാരിക്കും കമ്മ്യൂണിക്കബിൾ ഡിസീസ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങ് റാങ്ക് ലിസ്റ്റിൽ എത്താം എന്നുള്ള രീതിയിൽ അവര് ബാക്കി സിലബസിലുള്ള ഒരു ടോപ്പിക്ക് നോക്കാതെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് മാത്രം നോക്കിയിരിക്കും. അവർക്ക് കാര്യമൊന്നുമില്ല, അവരുടെ കാര്യം തദൈവയായിരിക്കും, വലിയ പ്രയോജനമൊന്നുമില്ല. അവർ അക്കാഡമിക്കിൽ മാത്രം ടോപ്പാവും, PSC ലിസ്റ്റിൽ വരത്തില്ല. അങ്ങനെയുള്ള ഒത്തിരി പേരെ നമുക്ക് പരിചയമുണ്ട്. ഇനി അടുത്ത ഒരു ടൈപ്പ് 4, 15% ആൾക്കാർ. അവരെന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ അല്ലെങ്കിൽ വന്നതിന് ശേഷം, ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നതൊക്കെ തന്നെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പേര് കേട്ട ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി അഡ്മിഷൻ എടുക്കും. അഡ്മിഷൻ എടുത്തിട്ട് അവര് ചിലപ്പോൾ അവരുടെ മാമന്റെ മക്കളോ അല്ലെങ്കിൽ വലിയച്ഛന്റെ മക്കളോ ചിലപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ട് ജോലി കിട്ടിയവരായിരിക്കും. അപ്പം ഞാനും ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്കും ജോലി ഉറപ്പാണ്, ഇപ്പൊ ജോലി കിട്ടും എന്ന് വിചാരിച്ച് നടക്കുന്നവരാണ് അത്രക്കാര്. പോയി നേരെ കോച്ചിങ് സെന്ററിൽ പോകും, ക്ലാസ് കേട്ട് ഉറങ്ങും, തിരിച്ചു വരും. അവരാ റാങ്ക് ലിസ്റ്റിലൊന്നും വരാനൊന്നും പോകുന്നില്ല. ഇനി വരുന്ന 15% ആൾക്കാർ, അവരെയാണ് നമുക്ക് ആവശ്യവും. അത്രക്കാരെ മാത്രം നമുക്ക് ആവശ്യം മതി. അതായത് കഷ്ടപ്പെട്ട് നമ്മൾ കറക്റ്റ് സിലബസ് ഫോളോ ചെയ്ത് എക്സാം കഷ്ടപ്പെട്ട് പഠിച്ചു കയറുന്ന ആൾക്കാരെ മാത്രം മതി. അത്രക്കാരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കിലി ഇപ്പൊ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ അവർ വീക്കിലി കറക്റ്റ് മന്ത്ലി എല്ലാം റിവിഷൻ നടത്തും. പിന്നെ ഈ മന്ത്ലി റിവൈസ് ചെയ്തത് അടുത്ത 2ാമത്തെ മാസം കൂടുമ്പോൾ വീണ്ടും റിവൈസ് ചെയ്യും. അങ്ങനെ അത്തരത്തിലുള്ള ആൾക്കാരാക്കി നിങ്ങളെ മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പം ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുഖവരയ്ക്ക് വേണ്ടി പറഞ്ഞതാ. എക്സാമിന് ഒത്തിരി പേര് ഇങ്ങനെ പല കാറ്റഗറിയിലുണ്ട്.
അപ്പൊ ആ കാറ്റഗറിയിൽ ഞാൻ അവസാനം പറഞ്ഞ 15% ആൾക്കാരായി പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് എൻ്റെ ഉപദേശം. ഇനി നമുക്ക് നോട്ടിഫിക്കേഷനെ കുറിച്ചും അതെന്ന് വരും, എപ്പോൾ വരും എന്നുള്ള പിന്നെന്താണ് ക്വാളിഫിക്കേഷൻ, മുൻകാലങ്ങളിൽ MCSന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, ആ കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇടയ്ക്ക് വെച്ചൊരു ഗവൺമെന്റിന്റെ ഒരു ഗസറ്റഡ് ഇറങ്ങിയിരുന്നു. അപ്പൊ അതിനകത്ത് ഇതിനു മുമ്പ് MCSന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ പഠിച്ച സർട്ടിഫിക്കറ്റ്, അതായത് കുറച്ച് മെഡിക്കൽ കോളേജിൽ ഈ സാനിറ്ററി ഇൻസ്പെക്ടർ കോഴ്സ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പൂനെ കോഴ്സ് അല്ല ബോംബെ കോഴ്സ് എന്ന് പറയുന്ന സാനിറ്ററി കോഴ്സ് ഉണ്ടായിരുന്നു. ആ കോഴ്സിന്റെ ക്വാളിഫിക്കേഷൻ വെച്ചും ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് 10ാം ക്ലാസ് വരുന്ന ക്വാളിഫിക്കേഷൻ. പക്ഷെ അത് ഈ പുതിയ വന്ന ഗസറ്റിൽ അവർ അമെൻഡ് ചെയ്തു. അതായത് നമ്മുടെ ഡിപ്ലോമ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിച്ച നോൺ സയൻസ് ആയ ആൾക്കാരും അല്ല സയൻസ് ഉള്ള ആൾക്കാരുണ്ട്, അവർക്കും ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതായത് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനും പിന്നെ നമ്മുടെ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ബോംബെ കോഴ്സ് അല്ലെങ്കിൽ പൂനെ കോഴ്സ് എന്നറിയപ്പെടുന്ന സാനിറ്ററി കോഴ്സ് എടുത്തവർക്കും പിന്നെ എന്താണ് സർക്കാർ ഗവൺമെന്റ് കോളേജിന് അണ്ടറിൽ കോഴ്സ് ചെയ്ത ആൾക്കാർ, ആ കോഴ്സ് ചെയ്ത ആൾക്കാർ ഇനി എന്തുപോലെ എക്സാം എഴുതാൻ വരാൻ സാധ്യതയില്ല. കാരണം അവര് ഇപ്പൊ സർവീസിൽ ഉള്ളവരും റിട്ടയർഡ് ആയി ഏകദേശം പോയവരുമായിരിക്കും. ഇനി നമുക്ക് വരുന്നത് ഈ പറഞ്ഞ എന്താണ് നമ്മുടെ സാനിറ്ററി കോഴ്സ് ചെയ്ത പൂനെ അല്ലെങ്കിൽ സാനിറ്ററി കോഴ്സ് അല്ലെ പൂനെ കോഴ്സ് ചെയ്ത കുറച്ച് ആൾക്കാർ, അവരും വളരെ കുറവായിരിക്കും. കൂടിപ്പോയ അങ്ങനെയുള്ള ആൾക്കാർ ഇനി എക്സാം എഴുതാൻ ഏജ് ഓവർ ആവാത്ത ആൾക്കാർ ചിലപ്പോൾ ഒരു 500നും 1000നും ഇടയ്ക്കുള്ള ആൾക്കാർ മാത്രമേ കാണത്തുള്ളൂ. പിന്നീട് ഇപ്പൊ നമ്മുടെ എക്സാമിന് ഇപ്പോൾ DHI കോഴ്സ് കഴിഞ്ഞിറങ്ങിയ കുട്ടികളും അവരെല്ലാം കൂടെ ചേർത്ത് മൊത്തത്തിൽ ഏകദേശം ഒരു ആപ്ലിക്കേഷൻ 5000-ഓളം വരാനേ സാധ്യതയുള്ളൂ. ഇതൊക്കെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. ഇനി അടുത്ത നമ്മുടെ സബ്ജക്റ്റിന്റെ സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ ഈ ഞാൻ കാണിച്ചിരിക്കുന്ന 10 ടോപ്പിക്കുകളിൽ അനാട്ടമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുന്ന ടോപ്പിക് ഒഴികെ ബാക്കി എല്ലാ ടോപ്പിക്കിൽ നിന്നും കവർ ചെയ്തുകൊണ്ടായിരുന്നു ചോദ്യങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അപ്പം ഈ അടുത്തിടയ്ക്ക് ഒരു എക്സാം നടത്തിയിരുന്നു. ആ എക്സാമിന് അനാട്ടമിയും ഉൾപ്പെടുത്തി. പക്ഷെ അതെന്ന് പറയുന്നത് അനാട്ടമി ഉൾപ്പെടുത്താൻ കാരണം അതിനകത്ത് വേക്കൻസി വളരെ കുറവായതുകൊണ്ടും മറ്റൊരു എക്സാമിന്റെ കൂടെ ചേർത്ത് നടത്തിയത് കൊണ്ടുമാണ് അനാട്ടമി ഉൾപ്പെടുത്തിയതെന്നാണ് എൻ്റെ ഒരു വിചാരം. അനാട്ടമി പൊതുവെ ഈ MCS അഥവാ മുനിസിപ്പൽ കോമൺ സർവീസില് അനാട്ടമി എന്ന സബ്ജക്ട് പൊതുവെ കാണാറില്ല. ചിലപ്പം ഇനി തുടർന്ന് വരുന്ന എക്സാം വരാൻ സാധ്യതയുണ്ട്. അപ്പം അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്നുള്ള ഇത് വൈകാൻ കാരണം തന്നെ ഏകദേശം ഈ നമ്മുടെ MCSന്റെ ലിസ്റ്റ് 2023 മാർച്ചോടുകൂടി ഈ MCSന്റെ മുമ്പത്തെ റാങ്ക് ലിസ്റ്റ് തീർന്നു. അതിന്റെ തൊട്ടടുത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വരേണ്ടുള്ളതായിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഡിസ്ട്രിക്ട് വൈസ് ആക്കണോ അതോ സ്റ്റേറ്റ് വൈഡ് ആക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഗവൺമെന്റ്. അപ്പൊ അതിനൊരു തീരുമാനം ഉണ്ടാകുന്ന മുറയ്ക്ക് ഉടനെ കാണും എന്ന് പ്രതീക്ഷിക്കാം. അതിന് തീരുമാനം ഉണ്ടായി എന്നാണ് അറിയപ്പെടുന്നത്. ഡിസ്ട്രിക്ട് വൈസ് നടത്താനാണ് സാധ്യത കൂടുതൽ. പിന്നീട് ഇത് ഞാൻ മുമ്പ് പറഞ്ഞു, നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ +2 ബയോളജി സയൻസ് പഠിച്ചവർക്ക് മാത്രമായിരുന്നു അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇതിൽ നമുക്ക് SSLC ബേസിക് ക്വാളിഫിക്കേഷനും പിന്നീട് ഈ സാനിറ്ററി കോഴ്സ് മുൻ പറഞ്ഞ കോഴ്സുകളും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നീടെന്ന് പറയുന്നത് ഇപ്പം ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് വെച്ചാൽ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് വെച്ചാൽ ജില്ല തിരിച്ചുള്ള വേക്കൻസിയാണ്. അതായത് 2023 ഒരു സെപ്റ്റംബറിൽ കൊടുത്ത RTOയുടെ ഫലമായി ഉണ്ടായ കുറച്ച് വേക്കൻസികളുടെ വിവരങ്ങളാണ് ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ വന്ന വേക്കൻസികൾ ഏകദേശം ഇപ്പോൾ 166ഓളം വേക്കൻസികൾ ഇപ്പോൾ നിലവിലുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതോടൊപ്പം പഞ്ചായത്തില് ടെമ്പററി വേക്കൻസി ആയിട്ട് ഏകദേശം 505ഓളം വേക്കൻസി. അപ്പം എങ്ങനെയൊക്കെ പോയാലും നമുക്കൊരു 361+ വേക്കൻസി വരാൻ നമുക്ക് സാധ്യതയുണ്ട്. പിന്നീട് കുറച്ച് റിട്ടയർമെന്റ് വേക്കൻസി വരാൻ സാധ്യതയുണ്ട്. അത് ഏകദേശം 2025 അല്ലെങ്കിൽ 23-28 കാലഘട്ടത്തിനിടയിൽ ഏകദേശം 195 പേർ സർവീസിൽ നിന്ന് റിട്ടയർഡ് ആവാൻ സാധ്യതയുണ്ട്. എങ്ങനെയൊക്കെ നോക്കിയാലും നമുക്ക് ഒരു സുവർണ കാലഘട്ടമാണ്. ഇത് ക്രാക്ക് ചെയ്ത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാവുന്നതാണ്. അതോടൊപ്പം വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ MCS എക്സാമും ഒരു ജനറൽ PSC എക്സാമും തമ്മിലുള്ള ഒരു ചെറിയ താരതമ്യമാണ്. അതായത് ഇപ്പം നമുക്കിപ്പോ കഴിഞ്ഞ ഹെൽത്ത് സർവീസുമായി ബന്ധപ്പെട്ട
നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അത് അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം എടുത്തു വെച്ച് നമുക്കൊന്ന് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം മിക്ക ജില്ലയിലും ഒരു 200+ അല്ലെങ്കിൽ 300, എനിക്ക് തോന്നുന്നു മലപ്പുറം അങ്ങനെയുള്ള ജില്ലകളിൽ മാത്രമാണ് 400+ ആൾക്കാർ അപ്ലൈ ചെയ്തത്. നിങ്ങളൊരു ജനറൽ PSC എടുത്ത് നോക്കുകയാണെങ്കിൽ ജനറൽ PSC ഏകദേശം 80,000, 90,000, ചിലപ്പോൾ 1,00,000 പേരൊക്കെ ആയിരിക്കും ഒരു ജില്ലയിൽ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് അവിടെ വരുന്ന വേക്കൻസി എന്ന് പറയുന്നത് ഒരു 300+ ആയിരിക്കും. പക്ഷെ ഇവിടെ നമ്മളൊന്ന് അതായത് അവിടെ എക്സാം എഴുതുന്ന 1000 പേരിൽ ഒരാൾ മാത്രമേ ജോലി ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ ചിലപ്പോൾ നമ്മളൊരു എക്സാം ഹാളിൽ, അതായത് ഒരു സ്കൂളിൽ ഏകദേശം ഒരു 300-400 പേര് പരീക്ഷ എഴുതുകയാണ്. ചിലപ്പോൾ ഒരു സ്കൂളിൽ പോലും ഈ LDCയോ അല്ലെങ്കിൽ LGSോ അങ്ങനെയുള്ള എക്സാമിന് ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ളവർ ചിലപ്പോൾ ഒരു സ്കൂളിൽ തന്നെ ആരും തന്നെ കാണത്തില്ല എന്നുള്ള ഒരു സ്ഥിതിയാണ്. അപ്പൊ അത് വെച്ച് നമ്മുടെ MCS അല്ലെങ്കിൽ നമ്മുടെ ഈ ഡിപ്ലോമ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന്റെ എക്സാം വരുമ്പോൾ, അതായത് JHയുടെ എക്സാം വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഏറ്റവും കുറഞ്ഞതൊരു 13 പേര് എഴുതുമ്പോൾ അതിൽ ഒരാൾക്ക് നമുക്ക് ജോലി കിട്ടും. ഈ കഴിഞ്ഞ എക്സാം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 5-10 അല്ലെങ്കിൽ 10-1 ആൾക്കാർ പരീക്ഷ എഴുതുമ്പോൾ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു കോഴ്സാണ് നമ്മുടെ ഈ HI കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ കാര്യം നിങ്ങൾ ശക്തമായി ഉപയോഗിച്ച് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരുക, അതിനുള്ള ശ്രമങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ഹായ് ഫ്രണ്ട്സ്, ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിന്റെ ഫ്രീ ഓറിയന്റേഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അഖിൽ എന്നാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അടുത്ത സെഷനായിട്ട് കാത്തിരിക്കുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ അടുത്ത സെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പോലെ തന്നെ ഒരു PSC എക്സാം അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു PSC എക്സാം ഒരു ആസ്പിറന്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പം പ്രീവിയസ് ആയിട്ട് നമ്മളിപ്പോൾ നടന്ന കുറച്ച് എക്സാമിന് അല്ലെങ്കിൽ നമ്മുടെ ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ പ്രത്യേകതകളെ കുറിച്ചുമാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പൊ മക്കളെ, നമ്മുടെ വരാൻ പോകുന്ന മുനിസിപ്പാലിറ്റി എക്സാമിലേക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ മറ്റ് സെന്ററുകളിൽ നിന്നും ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ നിങ്ങൾക്കായിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. അതിനായിട്ട് തന്നെ വളരെ റീസെന്റ് ആയിട്ട് നമുക്ക് നടന്ന ഹെൽത്ത് സർവീസിലേക്ക് നടന്ന ഒരു എക്സാം ഉണ്ട്. JHI ഗ്രേഡ് 2 ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 PSC എക്സാം ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 4, 2024 ഏപ്രിൽ 4-ന് വളരെ റീസെന്റ് ആയിട്ട് നടന്ന ഹെൽത്ത് സർവീസിലേക്കുള്ള ഒരു എക്സാമും ആ എക്സാം ഞാൻ എങ്ങനെ അറ്റൻഡ് ചെയ്തു അല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, ആ പ്രിപ്പറേഷൻ എങ്ങനെ നമുക്ക് അടുത്ത വരാൻ പോകുന്ന MCS എക്സാമിന് പ്രയോജനപ്പെടുത്താം. അപ്പൊ ഞാൻ ആ പ്രീവിയസ് ആയിട്ട് എഴുതിയ എക്സാമിന്റെ എന്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു, ആ സ്ട്രാറ്റജി നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് വരാൻ പോകുന്ന മുനിസിപ്പാലിറ്റി എക്സാമിലേക്ക് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ആ എക്സാമിലേക്ക് ഉയർന്ന സ്കോറുകൾ നേടാൻ നിങ്ങൾക്ക് സഹായിക്കും എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഓറിയന്റേഷൻ ക്ലാസിന്റെ ഭാഗമായിട്ടുള്ള ഈ പറയുന്ന രീതിയിൽ നമ്മളെ പ്രീവിയസ് ആയിട്ടുള്ള എക്സാമുകളൊക്കെ നന്നായിട്ട് എല്ലാവരും ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമേ ഉള്ളൂ. നമ്മുടെ ഈ ഹെൽത്ത് സർവീസിലേക്കായാലും മുനിസിപ്പാലിറ്റിയിലേക്കായാലും വരാൻ പോകുന്ന ഏത് നമ്മുടെ ഹെൽത്ത് സർവീസിലേക്കുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന DHI കോഴ്സ് പാസ്സായ ഒരാൾ എഴുതാൻ പോകുന്ന ഒരു എക്സാമിന്റെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ 80% PSC ക്വസ്റ്റ്യനുകളും ചോദിക്കുന്നത് K-PARK-നെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഈ ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളിലെല്ലാം തന്നെ കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് K-PARK എന്ന് പറയുന്ന നമ്മുടെ ടെക്സ്റ്റിനെ റെഫർ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. ഇനി മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഈ റീസെന്റ് ആയിട്ട് നടന്ന കുറച്ച് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് സർവീസിലേക്ക് നടന്ന എക്സാമിൽ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യം, ഈ പറയുന്ന നമ്മുടെ K-PARK-ഉം നമ്മുടെ അനാട്ടമി ടെക്സ്റ്റും പഠിക്കുന്നതിനോടൊപ്പം തന്നെ PSC ക്വസ്റ്റ്യനുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കാണാൻ കഴിഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ സാധാ LDC പരീക്ഷകൾക്ക് പഠിക്കുന്ന ചില ടോപ്പിക്കുകളുടെ
ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഒരുപാട് മാർക്കുകൾ കുറച്ചും കൂടെ നമുക്ക് റാങ്കിലേക്ക് മുന്നോട്ട് നേടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പൊ അത്തരം ടോപ്പിക്കുകളെ നമ്മൾ LDCയിൽ നിന്നും അല്ലെങ്കിൽ LDC പോലെയുള്ള PSC എക്സാമുകളിൽ നിന്നും നമുക്ക് വേണ്ടുന്ന തെരഞ്ഞെടുത്ത കുറച്ച് ക്വസ്റ്റ്യനുകൾ അവിടെ PSC പഠിപ്പിച്ചിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ കഴിയും. കാരണം ഇതൊരു നമ്മളൊരു ഗൈഡാണ്, PSC LDCയുടെ ഒരു ഗൈഡാണ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന എല്ലാ ബേസിക് ആയിട്ടുള്ള DHICയിൽ പഠിക്കുന്ന കാര്യങ്ങളും അതിന്റെ ബേസ് മൊത്തത്തോടെ ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് അവിടെ LDCയിൽ കാണാൻ സാധിക്കും. അപ്പൊ ആ ബേസിക് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള PSC മേഖലയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുള്ള ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിലും കൂടെ ആയിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പം നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളിലായിരിക്കും. ഇതായിരിക്കും നിങ്ങളുടെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമ്മളെ വ്യത്യാസമാക്കുന്നത്. ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ക്വസ്റ്റ്യനുകളും വരുന്ന നമ്മുടെ K-PARK ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യിക്കുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം രണ്ടാമതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ PSCയിൽ നിന്ന് നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള നമുക്ക് വേണ്ടുന്ന ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്റ്റഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നു. അതിലൂടെ നമുക്ക് ആ കുറച്ച് മാർക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നതായിരിക്കും, സ്കോർ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. കൂടാതെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും നമ്മളെ വ്യത്യാസമാക്കുന്നത് ചില കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നമ്മുടെ DHICയിൽ നമ്മൾ പഠിക്കാറുണ്ട്. PSC എക്സാമിന് വരുന്ന ഒരാൾ ഈ പറയുന്ന പഠിച്ചിട്ട് വരുന്ന ഒരാൾക്ക് തന്നെ കൺഫ്യൂസിംഗ് ആയിട്ട് പോകുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങൾ, കൺഫ്യൂസിംഗ് ഫാക്റ്റുകൾ ഞങ്ങൾ രസകരമായിട്ടുള്ള കോഡുകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അതിനായിട്ട് 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഞാനിപ്പോ എക്സാമിന് ഈ കഴിഞ്ഞ ഹെൽത്ത് സർവീസിലേക്കുള്ള എക്സാമിന് തയ്യാറെടുത്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്നുള്ള ഒരു രീതി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഹെൽത്ത് സർവീസിൽ 2024 ഏപ്രിൽ 4-ന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ഹെൽത്ത് സർവീസിലേക്കുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. എക്സസീവ് സെറ്റിംഗ് വിത്ത് ഒഫൻസീവ് സ്മെൽ ഈസ് കോൾഡ്. ഓക്കെ, നമ്മൾ ഈ പഠിച്ചിറങ്ങിയ എല്ലാവർക്കും തന്നെ ഈ പറയുന്ന രീതിയിൽ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഹൈജീൻ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ പഠിച്ചൊരു കാര്യമാണ്, പക്ഷെ ഏറ്റവും മെജോറിറ്റി ആൾക്കാർക്കും നെഗറ്റീവ് ആയിട്ട് പോയൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന എക്സസീവ് സെറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് 2 ടേമുകൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. എക്സസീവ് സെറ്റിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് ആൾക്കാരാണ്. ബാക്കി നമുക്ക് ഇത് എന്ത് ചെയ്യാം, നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഹൈപ്പർ ഹൈഡ്രോസിസും ബ്രോമിഡോസിസും ഇവര് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ നെഗറ്റീവ് അടിച്ച് പോയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, വേറെ ഒന്നുമല്ല, നമ്മളത് ഈ പറയുന്ന ഒരു സംഭവം ഒഫൻസീവ് സ്മെൽ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാനൊരു BSc കെമിസ്ട്രി സ്റ്റുഡന്റ് ആയതുകൊണ്ട് ഞാനിത് പഠിക്കുന്ന സമയത്ത് ഞാൻ നോക്കി വെച്ചിരുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കെമിസ്ട്രിയിലെ ലാബിലേക്ക് ചെന്ന് കയറുന്ന സമയത്ത് നമ്മള് കെമിക്കൽസിനെല്ലാം ഒരു പ്രത്യേക സ്മെല്ല് കാണും അല്ലേ മക്കളെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സ്മെല്ല് ഒരു ഒഫൻസീവ് ആയിട്ടുള്ള കെമിക്കൽസിന്റെ സ്മെല്ല് നമുക്ക് അനുഭവപ്പെടത്തില്ലേ? ബ്രോമിൻ എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ് അല്ലെ? ആ ബ്രോമിൻ എന്ന് പറയുന്ന കെമിക്കൽ വരുന്നുണ്ട്. ആ പേരിനകത്ത് ബ്രോമിഡ്രോസ് എന്നാണ് കിടക്കുന്നത് അല്ലെ? അപ്പൊ ആ ബ്രോമിൻ എന്ന് പറയുന്ന കെമിക്കൽ ഉണ്ടായത് കൊണ്ട് ഒരു ഒഫൻസീവ് സ്മെല്ലും കൂടെ വന്നതുകൊണ്ട് എനിക്കത് ഒട്ടും ആ ഒരു രീതിയിൽ ഞാനത് കണക്ട് ചെയ്ത് വെച്ചത് കൊണ്ട് എനിക്ക് ആ എക്സാം ടൈമിൽ ഒട്ടും തന്നെ ആശങ്കപ്പെടേണ്ടി വന്നില്ല. എനിക്കൊരു കൺഫ്യൂഷനും ഉണ്ടായില്ല. എനിക്കത് കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാൻ പറ്റി. അപ്പൊ ഇതേപോലെയുള്ള ചില കോഡുകളിലൂടെയും അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന ഡെയിലി ലൈഫ് കണക്റ്റീവിലൂടെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട്. അപ്പോൾ മക്കളെ, നമ്മുടെ ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വേറെ ഒന്നുമില്ല, നമ്മുടെ കോഴ്സ് സ്ട്രക്ചറും ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോഴ്സ് സ്ട്രക്ചറും ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് അടുത്ത നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോഴ്സ് സ്ട്രക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. ന്യായമായിട്ടുള്ള സംശയമാണ്. നമ്മൾ ആദ്യമായിട്ട് ലേൺ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പൊ നിങ്ങളുടെ ഈ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടാവും. തീർച്ചയായിട്ടും ഡോക്ടർമാർ അനാട്ടമി പോലെയുള്ള അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ പോലെയുള്ള ഡിസീസുകൾ എടുക്കാൻ തീർച്ചയായിട്ടും അവരുടെ സേവനം നമ്മൾ ഫാക്കൽറ്റീസ് ആയിട്ട് അവരെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ നമ്മൾ അവരെ കൊണ്ട് തന്നെ പ്രീവിയസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയും ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസും ഉണ്ടായിരിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ വീക്കിലി മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന 2 മുതൽ 3 വരെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിന് യാതൊരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യുന്നതല്ല. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ലൈവ് പ്ലസ് റെക്കോർഡ് ആണ്.
ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ റെക്കോർഡഡ് സെഷൻസും വീഡിയോ സെഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ കാണുന്നത് ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ഒരു സാധനമാണ് മന്ത്ലി മോക്ക് ടെസ്റ്റ്. അതിനകത്ത് വലിയ സർപ്രൈസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതിനകത്ത് ഒരു ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയാം. ആ മന്ത്ലി മോക്ക് ടെസ്റ്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് പറയുന്ന സമയത്ത് പറയാം. പിന്നെ മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എപ്പോൾ ഉണ്ടായാലും നമുക്ക് 24/7 എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഒരു ഹെൽപ്പ് ഡെസ്ക് ഫാക്കൽറ്റീസ് നമ്മളോട് തയ്യാറായി നിൽക്കണം. നിങ്ങളുടെ ഏത് ഡൗട്ടും, അക്കാഡമിക്കൽ ആയിട്ടുള്ള ഡൗട്ട് ആണെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് എന്തെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ തന്നെ നമ്മുടെ ഫാക്കൽറ്റീസ് നിങ്ങളെ ഇടപെട്ട് അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. കൂടാതെ തന്നെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന നമ്മുടെ കോഴ്സ് സ്ട്രക്ചറിനോടൊപ്പം തന്നെ നമ്മുടെ ടെസ്റ്റ് സീരീസിനെ പറ്റി പറയുകയാണ്. ടെസ്റ്റ് സീരീസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് വീക്ക്ലി എക്സാംസ് ഉണ്ടാവാറുണ്ട്. വീക്ക്ലി എക്സാംസ് നമ്മൾ നടത്തും. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം, നമ്മൾ മന്ത്ലി മോക്ക് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഈ ഫസ്റ്റ് റാങ്ക് മേടിക്കുന്ന, അപ്പൊ മക്കളെ, നമ്മുടെ ടെസ്റ്റ് സീരീസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ടെസ്റ്റ് സീരീസിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. നമുക്ക് എല്ലാ ആഴ്ചകളിലും എക്സാംസ് കാണും. വീക്ക്ലി എക്സാംസുകൾ, പോൾ എക്സാമുകളൊക്കെ നമുക്ക് കാണുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സാധനം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒളിപ്പിച്ച് വെച്ചിരുന്ന സസ്പെൻസ് ഇതാണ്, നമുക്ക് മന്ത്ലി എക്സാംസുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആ മന്ത്ലി എക്സാമുകളിൽ ടോപ്പ് റാങ്ക് എത്തുന്ന 2 പേർക്ക് നമ്മൾ ആകർഷകമായ സമ്മാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ക്യാഷ് പ്രൈസ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. എല്ലാ മാസങ്ങളിലും ഇതുണ്ടാകുന്നതായിരിക്കും ഈ മന്ത്ലി ടെസ്റ്റ്. കൂടാതെ ഡെയിലി പോൾസ്, ഡെയിലി ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഗ്രൂപ്പിലായിട്ട് വരുന്നതായിരിക്കും. എല്ലാ ദിവസങ്ങളിലും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് ആയിരിക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എക്സാമിന് പോകാൻ പോകുന്നത്. കൂടാതെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള PSC മോഡൽ ടെസ്റ്റുകൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. കൂടാതെ തന്നെ റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റിവിഷൻ ക്ലാസ്സുകൾക്ക് പ്രത്യേകമായിട്ടൊരു പരിഗണന നമ്മൾ ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നതായിരിക്കും. പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ തിരിച്ചൊന്നും കൂടെ റിവൈസ് എടുത്തിട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ എക്സാമിനായി പോകുന്നത്. അതിന് ഞങ്ങൾ നിങ്ങൾ ഉറപ്പുവരുന്നു. അപ്പൊ ടെസ്റ്റ് സീരീസിനകത്ത് പറ്റി നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അതിനുശേഷം ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മൾ ഈ ആഡ് ലോഞ്ച് ചെയ്യുന്നതിന്റെ ആഡ് കൊടുത്തപ്പോൾ തന്നെ ഒരുപാട് എൻക്വയറീസ് വന്നൊരു സെക്ഷനാണ് നമ്മുടെ ഫീസ് സ്ട്രക്ചറിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. മറ്റ് സെന്ററിനെ അപേക്ഷിച്ച് വളരെ തുച്ഛമായ ഫീസിലാണ് നമ്മളിത് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് ക്വാളിറ്റിയിൽ, ക്ലാസ്സുകളുടെ ആയാലും ഈ പറയുന്ന രീതിയിലുള്ള ടെക്നിക്കൽ സൈഡിലായിട്ടുള്ള ഒരു ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെയാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മുടെ ബേസിക് ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 3999 രൂപയാണ് നമ്മുടെ ഫീസ് പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ലോഞ്ചിങ് ഓഫർ ആയിട്ട് നമ്മൾ അതിലും ചെറിയൊരു തുകയ്ക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ 3499 രൂപയാണ് നമുക്ക് നമ്മുടെ ഈ കോഴ്സിലേക്ക് ചേരാൻ നിങ്ങൾ അടയ്ക്കേണ്ടതുള്ളൂ. ഇനി നമുക്ക് സാമ്പത്തികമായിട്ട് പിന്നെ നമുക്ക് അത്രയും ഒരുമിച്ചെടുക്കാൻ തുകയില്ലെങ്കിൽ നമുക്ക് 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് ഇത് അടയ്ക്കാവുന്നതാണ്. ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുമ്പോൾ 2 ഇൻസ്റ്റാൾമെന്റുകളായിട്ട് നമുക്ക് അടയ്ക്കാം. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് 2499 രൂപ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ഒരു കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് 1000 രൂപയായിട്ട് നമുക്ക് അടയ്ക്കാം. അപ്പം ഈ 3499 രൂപ 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് നമുക്ക് അടയ്ക്കാൻ കഴിയുന്നത്. ഓക്കെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ ഓഫർ തീരുന്നത് ഓഗസ്റ്റ് 10 വരെ ആയിരിക്കും. അപ്പൊ അതിനുശേഷം നമ്മുടെ നോർമൽ ഫീസ് ആയിരിക്കും. അപ്പൊ അതിനു മുമ്പേ തന്നെ എല്ലാവരും എടുക്കാൻ ശ്രമിക്കുക. അപ്പോ ഇതുവരെ എന്നോട് ഇരുന്ന എല്ലാവർക്കും നന്ദി. അപ്പൊ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തതായിട്ടുള്ളത് നമ്മുടെ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ അതിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പം സൈനിങ് ഓഫ് ആയി. അടുത്തത് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ ആണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് നമ്മുടെ ചാറ്റ് സെക്ഷനിൽ ഇടാം. നമ്മളത് നോക്കിയിട്ട് അറിയാവുന്ന ഡൗട്ട്സ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. സ്ലൈഡ് എടുത്തിട്ട്
ക്ലാസ്സുകളെല്ലാം നമ്മളിപ്പോൾ സൂം വഴി നൽകാനാണ് ആലോചിക്കുന്നത്. പ്ലാറ്റ്ഫോം എന്തായാലും സൂം ആയിരിക്കും. അതുപോലെ തന്നെ ഫീസിന്റെ നമ്മളിപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള സ്ലൈഡ് ഇപ്പം സ്ക്രീൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി. നോട്ടിഫിക്കേഷൻ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ വർഷം, അതായത് നമ്മുടെ ഹെൽത്ത് സർവീസിന്റെ നോട്ടിഫിക്കേഷൻ വന്നതുപോലെ തന്നെ ഒരു ഡിസംബറിന് മുമ്പ് ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതൊരു ചെറിയ എക്സാം, ആൾക്കാരുടെ എഴുതുന്നത് വളരെ കുറവായതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഹെൽത്ത് സർവീസിന്റെ എക്സാം ഏപ്രിലിൽ വന്ന പോലെ തന്നെ ഇതും ഉടനെ ഉണ്ടാവുമെന്നാണ്. എല്ലാം പ്രതീക്ഷ മാത്രമാണ്. കാരണം PSC പ്രോപ്പർ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. വന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഐഡിയ കിട്ടും. ഇല്ല, ഒരിക്കലും GK ടൈപ്പ് ക്വസ്റ്റ്യനോ കറണ്ട് അഫയേഴ്സോ ഇതിൽ പ്രതീക്ഷിക്കേണ്ട. ഇത് പ്രോപ്പർ ആയിട്ട് നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട, അതായത് നമ്മുടെ സിലബസിലുള്ള സബ്ജക്ട് മാത്രമേ കാണത്തുള്ളൂ. മുൻകാലങ്ങളിലെ പോലെ ഇതിനകത്ത് GKയോ അല്ലെങ്കിൽ മറ്റേ കറണ്ട് അഫയേഴ്സോ അല്ലെങ്കിൽ റിലയൻസോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിൽ പ്രതീക്ഷിക്കേണ്ട. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒന്നും, യാതൊരു ക്വസ്റ്റ്യനും ഇതിൽ വരാൻ സാധ്യതയില്ല. നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട സാറേ, അപ്പൊ അതിനകത്ത് നമ്മളെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളുണ്ട്. അപ്പൊ അത് നമ്മൾ എടുത്തു കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് സാറേ. നമ്മളെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ബേസിക് കാര്യങ്ങൾ നമ്മളത് ഉൾപ്പെടുത്തി, അത് നമുക്ക് വേണ്ടുന്നത് മാത്രം ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കുന്നതായിരിക്കും. പിന്നീട് ഇപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഈ കഴിഞ്ഞ എക്സാം എഴുതിയ, അതായത് ഇപ്പൊ സെക്കൻഡ് ഇയർ ജസ്റ്റ് പാസ് ഔട്ട് ആയവർക്ക് ഈ എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. ഉറപ്പായും അവർക്ക് സാധിക്കും. കാരണം എക്സാമിന്റെ റിസൾട്ട് ഈ പറയുന്നതൊക്കെ 2-3 മാസത്തിനുള്ളിൽ പ്രതീക്ഷിക്കാം. അതായത് എക്സാം കഴിഞ്ഞ് 2-3 മാസത്തിലാണ് പൊതുവെ വരാറുള്ളത്. അത് ഉറപ്പായും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഈ പറയുന്ന 4 മാസ കാലയളവിലോ 5 മാസ കാലയളവിലോ എന്തായാലും ഈ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് എന്റെ പരിമിതമായ അറിവ്. കാരണം ഏകദേശം ഈ 2024 ഡിസംബറോട് കൂടിയായിരിക്കാം ഈ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാസ് ഔട്ട് ആയി നിൽക്കുന്നവർക്ക് എക്സാം ജയിച്ചാൽ തീർച്ചയായിട്ടും എഴുതാൻ പറ്റും. ആ കാര്യത്തിൽ യാതൊരുവിധ ആശങ്കയും വേണ്ട. ഈ പേയ്മെന്റ്, അതായത് 3499 വരെ മന്ത്ലി ആണെന്ന് ചോദിച്ചായിരുന്നു. മന്ത്ലി അല്ല, ഫുൾ കോഴ്സിനാണ് ഈ പേയ്മെന്റ്. നമ്മുടെ ശരിക്കുള്ള പേയ്മെന്റ് എന്ന് വെച്ചാൽ 4000 രൂപ അല്ലെങ്കിൽ 3999 വരെയാണ്. അതിപ്പോൾ നമ്മൾ ഓഗസ്റ്റ് 10 വരെയുള്ള ഓഫറാണ് 3499. നമ്മൾ ടൈറ്റൻ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതിന്റെ ഭാഗമായിട്ടുള്ള ഓഫറാണ്. പിന്നീട് കോഴ്സ് ഡ്യൂറേഷൻ എത്രയാണെന്ന് ചോദിച്ചു. ഈ കോഴ്സ് ഡ്യൂറേഷൻ പറയാൻ നമ്മളെ ഡിപ്ലോമ കോഴ്സോ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സോ ഒന്നുമല്ല ഒരിക്കലും കോഴ്സ് ഡ്യൂറേഷൻ പറയാൻ. ഞങ്ങൾ മാക്സിമം ടോപ്പിക്ക് നിങ്ങളെ കഴിവതും എത്രയും പെട്ടെന്ന് പഠിപ്പിച്ചു തീർക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അത് പഠിപ്പിച്ച് തീർച്ചതിന് ശേഷം നിങ്ങളെ ഞങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ള രീതിയല്ല. പകരം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസും കറക്റ്റായ എക്സാമും ഈ പറയുന്ന പോലെ വീക്കിലി അസസ്മെന്റും മന്ത്ലി അസസ്മെന്റും തീർച്ചയായിട്ടും കാണും. അതൊന്നും ഇല്ലാതെ സാധാ ഇൻസ്റ്റിറ്റ്യൂഷനിലെ പോലെ കുറച്ച് പഠിപ്പിച്ചിട്ട് അവസാനം എക്സാം എത്തുന്ന 2 ആഴ്ച ആകുമ്പോഴേക്കും എല്ലാം കൂടെ ഒരുമിച്ച് പഠിപ്പിച്ച് നിങ്ങളെ എക്സാമിന് കൊണ്ടുപോകുന്ന ഒരു പരിപാടി ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഞങ്ങൾ എത്രയും പെട്ടെന്ന്, അതായത് എത്ര പെട്ടെന്ന് എടുത്തു തീർക്കാൻ സാധിക്കുമോ അത്രയും പെട്ടെന്ന് എടുത്തു തീർത്ത് നിങ്ങളെ കൊണ്ട് റിലീസ് ചെയ്ത് അത് പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ എക്സാമിൽ കയറ്റത്തുള്ളൂ. അല്ലാതെ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന പരിപാടിയുണ്ട്. അതായത് ചിലപ്പോൾ ആഴ്ചയിൽ 1 ക്ലാസ് അല്ലെങ്കിൽ 2 ക്ലാസ് അല്ലെങ്കിൽ ഒത്തിരി ക്ലാസ് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു 3500 മൊത്തം കൂടി. ഇവരിപ്പോ തുടങ്ങിയതല്ലേ, അപ്പം വേറെ സാറും. അപർണ മൈക്ക് ഓഫ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോട്ട്സ് നമ്മളെല്ലാം സോഫ്റ്റ് കോപ്പി ആയിട്ടായിരിക്കും തരുന്നത്. എല്ലാം PDF ആക്കി, അതുപോലെ തന്നെ MCQ ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ കളക്ട് ചെയ്ത് PDF ആക്കി തരും. അതുപോലെ തന്നെ വീക്കിലി എക്സാംസിന് ഒരു ടോപ്പിക് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് ബന്ധപ്പെട്ട മാക്സിമം ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ആ വീക്കിലി എക്സാംസിന് ഉൾപ്പെടുത്തും. എന്നിട്ട് ഈ ഒരു മാസത്തെ 4 വീക്ക് അല്ലെങ്കിൽ അത്രയും വീക്കിലെ ചേർത്തുള്ള പ്രോപ്പർ റിവിഷൻ ടെസ്റ്റ് ആയിരിക്കും ഈ മന്ത്ലി എക്സാം. അത് പ്രോപ്പർ PSC മോഡലിലായിരിക്കും നടത്തുന്നത്. പിന്നീട് വന്നൊരു സംശയമാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. പൊതുവായി ഏകദേശം PSCയിൽ ഒരു 15-നും 20-നും ഇടയ്ക്കായിരിക്കും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ കാണാറുള്ളത്. അതിന് അത്യാവശ്യം നമുക്ക് ഡീപ്പായിട്ടുള്ള നോളജ് ആവശ്യമാണ്. അപ്പം അത് നമ്മുടെ കോഴ്സിൽ നമ്മൾ പ്രോപ്പറായിട്ട് തരും. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്യും. പിന്നീട് ഞാൻ മുമ്പ് ഈ ക്ലാസ്സിനിടയിൽ പറഞ്ഞിരുന്നു,
എക്സാമിന് നമുക്ക് ഒരു സബ്ജക്റ്റ് അറിയാം, ആ സബ്ജക്റ്റ് മാത്രം വർക്കൗട്ട് ചെയ്ത് ഇരുന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. കാരണം നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിലും ഒരു നോളജ് ഉണ്ടാക്കി എടുക്കുക, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. അല്ലാതെ ഈ പറഞ്ഞ പൊട്ടക്കണത്തിലെ തവള എന്ന് പറയുന്നതൊക്കെ ഇപ്പൊ കമ്മ്യൂണിക്കബിൾ ഡിസീസ് മാത്രം പഠിക്കുക അല്ലെങ്കിൽ അനാട്ടമി മാത്രം പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. അവരെപ്പോഴും ആ പൊട്ടക്കണത്തിലെ തവള തന്നെ ആയിരിക്കും, അല്ലാതെ യാതൊരു പ്രയോജനം അതുകൊണ്ട് ഉണ്ടാവത്തില്ല. ആ കിണറ്റിൽ തന്നെ നടന്ന് ചാവാനായിരിക്കും അവരുടെ വിധി. ഇപ്പൊ കറക്റ്റായിട്ട് എല്ലാ സബ്ജക്റ്റിലും സിലബസ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചു പോവുകയും അത് കറക്റ്റായി റിവൈസ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു റാങ്ക് നേടിയെടുക്കാൻ സാധിക്കും. കാരണം ഇപ്പം വന്ന നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാരണം 20, 30, 40 എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ റഫർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് അത്യാവശ്യം എന്തെങ്കിലും നോളജ് ഉള്ള, അതായത് ഈ പറഞ്ഞ അക്കാഡമിക്കലി ഭയങ്കര ടോപ്പ് ആവണമെന്നൊന്നും ഒരിക്കലും നമ്മൾ ആലോചിക്കരുത്. കാരണം PSC ശ്രദ്ധിച്ചാൽ മതി. കാരണം PSCയിലെ ചിലപ്പോൾ അക്കാഡമിക്കലി ഭയങ്കര ടോപ്പായിട്ട്, അതായത് PGയും അതും ഒക്കെ കോഴ്സ് എടുത്തിട്ട് വന്ന ആൾക്കാരെയാണ്. അവര് PSCയിൽ ഒന്നും ഷൈൻ ചെയ്യില്ല. പക്ഷെ 10 + 2 അതും എങ്ങനെയെങ്കിലും ഒക്കെ പാസ്സായ ആൾക്കാർ പോലും PSC ക്രാക്ക് ചെയ്യുന്നുണ്ട്. അത് അവരുടെ എഫേർട്ടാണ്. മറ്റവരെപ്പോഴും എന്താണ് വിചാരിക്കുന്നത്, ഞാൻ ഭയങ്കര മിടുക്കനാണ് എന്ന് വിചാരത്തിൽ നിൽക്കും. ഈ ഇത്തരക്കാർക്ക്, അതായത് ഈ 10 + 2 ക്വാളിഫിക്കേഷൻ ഉള്ളവരെ കൂടുതൽ കയറാൻ പറയുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പേടിക്കാനൊന്നുമില്ല. അവർ ധൈര്യമായി എക്സാം ഹാളിൽ എത്തുകയും ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്ത് കറക്റ്റായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ ആൾക്കാർക്ക് എക്സാം ഹാളിൽ എത്തുമ്പോൾ നന്നേ പേടിയായിരിക്കും. പേടി കാരണം അവര് അറിയാവുന്ന ക്വസ്റ്റ്യനും തെറ്റിക്കും, ഇനി അറിയാത്ത ക്വസ്റ്റ്യൻ കറക്കി അടിക്കാനും ശ്രമിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ അക്കാഡമിക്കലി വീക്കായിട്ടുള്ള ആൾക്കാർ പോലും ഇത് ക്രാക്ക് ചെയ്യാൻ കാരണം അവർക്ക് യാതൊരുവിധ പേടിയില്ല, ആശങ്കയില്ല. അവർ പഠിക്കുന്ന കാര്യം വ്യക്തമായി പഠിക്കുകയും അവർ റിവൈസ് ചെയ്യും. മറ്റവര് വിചാരിക്കുന്നത് എനിക്ക് IQ കൂടുതലാണ്, അതുകൊണ്ട് എനിക്ക് ഒരു പ്രാവശ്യം വായിച്ച അന്ന് തിരിച്ചും അല്ലെങ്കിൽ ഞാൻ പഠിച്ചിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നത് ഭയങ്കര തെറ്റാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ്. അപ്പം ആ കാര്യങ്ങൾ നമ്മൾ കോർത്ത് പഠിക്കുന്നത് ചിലപ്പോൾ ചില ട്രോളിലൂടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ചില വൃത്തികെട്ട വാക്കുകളിലൂടെ പോലും ആയിരിക്കും പഠിക്കുന്നത്. പക്ഷെ നമുക്ക് അത് പഠിപ്പിക്കുന്നതിനോ പറഞ്ഞു തരുന്നതിനോ യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ അങ്ങനെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ടൈം അത് മറക്കാതിരിക്കും. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അത് ഇപ്പോ നമ്മൾ അങ്ങോട്ട് പറയുന്നില്ല. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മളത് പറയാൻ ശ്രമിക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസ് ടൈം